ഇനി കുറച്ചു മുമ്പ് നമ്മൾ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇതിനൊരു പ്രതികരണത്തിന് വേണ്ടി ടെലിഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രതികരിക്കാനില്ല, ജനങ്ങൾ പ്രതികരിക്കട്ടെ എന്നതാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ തീരുമാനം അങ്ങനെ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് നമ്മൾ. ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിനിടെ KCBയുടെ പവർ കട്ടിലും പ്രതിഷേധം. തൃശൂർ എരുമപ്പെട്ടിയിലെ KCB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. ദൃശ്യങ്ങൾ കാണാം. ലോകം മുഴുവൻ കളി കാണുമ്പോൾ എരുമപ്പെട്ടി കടങ്ങോട് മേഖലയിൽ സെമിഫൈനലാണ് നടക്കുന്നത്. അർജന്റീന ഇംഗ്ലണ്ട്. ഈ മത്സരം കാണാൻ ഈ നാട്ടിലെ യുവാക്കളും നാട്ടിലെ മുഴുവൻ ആളുകളും നിൽക്കുന്ന സമയത്ത് കറണ്ട് കെട്ട് ഉണ്ടാകും എന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ KCB ഓഫീസിൽ ഞങ്ങൾ മര്യാദയായി KCB എഞ്ചിനീയറെ മുന്നേ വിളിച്ചു. അപ്പോൾ ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ ഉണ്ടാകില്ല, അല്ലെങ്കിൽ അപ്പുറത്ത് പോയി കണ്ടോളാനാണ് ആൾ പറഞ്ഞത്. യാതൊരു വിധത്തിലും ആ സംസാരത്തിൻ്റെ പ്രതികരണം ഒരു ഉറപ്പ് തരാത്ത രീതിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇടപെട്ടത്. നാടിനകത്ത് ആവേശകരമായിട്ടുള്ള ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ അത് കാണാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന സംവിധാനമാണ് കേരളത്തിനകത്ത് ഭരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. എരുമപ്പെട്ടി കടങ്ങോട് മേഖലയിൽ ഇന്ന് പുലർച്ചെ 12:42 മുതൽ 1:07 വരെ പവർ കട്ട് പ്രഖ്യാപിച്ചിരുന്നു. 25 മിനിറ്റോളം സമയമാണ് പവർ കട്ട് പ്രഖ്യാപിച്ചത്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, ലോകം മുഴുവനും കാത്തിരുന്ന മത്സരം നടക്കുന്ന സമയത്ത് കറണ്ട് കട്ടുമായി ഇരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനും പൊറുക്കാനും കഴിയാത്ത കാര്യമാണ്. എപ്പോഴായിരുന്നു ഈ ഉപരോധ സമരം? അത് പറഞ്ഞതുപോലെ തന്നെ പവർ കട്ട് തന്നെ ആളുകൾ സഹിക്കാൻ കഴിയില്ല. രണ്ടാമത് ലോകകപ്പ് നടക്കുകയാണ്. ആ സമയത്ത് പവർ കട്ട് സഹിക്കാൻ കഴിയില്ല. അതിനുശേഷമായിട്ട് അർജന്റീനയുടെ മത്സരം നടക്കുകയാണ്. ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് തന്നെ ജനം പൊറുതിമുട്ടി ഇന്നലെ നേരെ കടങ്ങോടുള്ള KCBയുടെ ഓഫീസിലേക്കാണ് പോയത്. 25 മിനിറ്റോളമാണ് പവർ കട്ട് പറഞ്ഞിരുന്നത്. 12:45 മുതൽ 1:17 വരെയാണ് പവർ കട്ട് ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാരും ഈ എരുമപ്പെട്ടി പ്രദേശത്തെ നാട്ടുകാരും അതുപോലെ DYFI പ്രവർത്തകരെല്ലാം ചെന്ന് അവിടെ ഈ സ്ഥലത്ത് ഉപരോധം നടത്തിയത്. ശക്തമായ പ്രതിഷേധമായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ശക്തമായ പ്രതിഷേധമായിരുന്നു. പക്ഷേ പ്രതിഷേധം എത്രയൊക്കെ ഉണ്ടായാൽ പോലും പവർ കട്ടിനകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. വരും ദിവസങ്ങളിൽ ഇനി ഫൈനൽ കൂടി വരികയാണ്. ഈ ദിവസം കൂടി ഇത്തരമൊരു സംഭവം ഉണ്ടായാൽ അത് വലിയ പ്രതിഷേധം കൈവിട്ടു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തും എന്നാണ് ഏവരും കരുതുന്നത്. അതുകൊണ്ട് തന്നെ KCB ചെറിയ ജാഗ്രത പുലർത്തുന്നുണ്ട് എന്ന് കരുതുന്നു. ഏതായാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് പവർ കട്ട് മൂലം എത്തിച്ചേർന്നിരിക്കുന്നു നമുക്ക് പറയാം. മധു. ഓക്കെ, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. എരുമപ്പെട്ടിയിലാണ് KCB ഓഫീസിലേക്ക് നേരിട്ടെത്തി ഉപരോധ സമരവുമായി DYFI പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പെട്ടെന്നുണ്ടാകുന്ന പവർ കട്ട് വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് വരുത്തിവെക്കുന്നത്.